നമസ്കാരം, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എ ഡ്രമാറ്റിക് ഡെത്ത് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ആ മൂവിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും പിന്നെ അതുപോലെ കുറേ ആക്ടേഴ്സും ഒക്കെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ എല്ലാം വിശേഷങ്ങൾ കേൾക്കാം. അഷ്റഫിക്ക, വെൽക്കം ടു സെല്ലുലോയിഡ്. എ ഡ്രമാറ്റിക് ഡെത്ത് പേരിലുള്ള പോലെ തന്നെ ഒരു ഡ്രമാറ്റിക് പേരാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ടീസർ കണ്ടപ്പോഴത്തേക്കും കൊറോണയുടെ വല്ല എന്തെങ്കിലും ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും വൈറസിൻ്റെ കഥയാണോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായി. ട്രെയിലർ കണ്ടപ്പോൾ അത് വേറെ കുറേ ചിന്തകളും വേറെ കുറച്ച് ഭാവങ്ങളും ഒക്കെ വന്നു. ശരിക്കും എന്താണ് ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം നമുക്ക് പടത്തിൻ്റെ കുറച്ച് വിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ശരിക്കും നിങ്ങൾ തന്നെ ആകെ ഒരു ഡ്രമാറ്റിക് കൺഫ്യൂഷനിലാണ്. അതെ, അതായത് ഉദ്ദേശിച്ചല്ലോ അല്ലേ? ആ ഉദ്ദേശം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിച്ചതും. ഈ പേര് തന്നെ ഒരു ഡ്രമാറ്റിക് ഡെത്ത് എന്ന് പറയുന്നു ഒരു പേര് ഒരു കൂട്ടായ ഒരു തീരുമാനമായിരുന്നു ആണത്. അപ്പോൾ അത് പല പേരുകളും പരിഗണനയിൽ വന്നു കഴിഞ്ഞു. ഈ സിനിമയുടെ കണ്ടന്റുമായിട്ട് വളരെയധികം അടുത്തു പോകുന്ന ഒരു പേരാണ് ഡ്രമാറ്റിക് ഡെത്ത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ശരിക്കും മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന ആരുമില്ല. ഞങ്ങളെല്ലാവരും നാടക അടിത്തറയുള്ളവരാണ്. സിനിമയിലൊക്കെ ഒരു അല്പസ്വല്പം അറിയപ്പെടുന്നു ഞാൻ. അതെ അതെ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൊറോണ കാലത്ത് ആ ക്വാറന്റൈൻ ടൈമിൽ എല്ലാവരും കൂട്ടിലടക്കപ്പെട്ട് കിടന്നപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നാടകക്കാരൊക്കെ ഒരു താവളത്തിൽ ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു ചർച്ചയുടെ റിസൾട്ടാണത്. അപ്പോൾ അത് മുഴുവൻ നാടകക്കാരായിരുന്നു. അങ്ങനെ ആ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എത്ര നാളെടുത്തു ഇത് ഒരു സിനിമയായി മാറാൻ? 2020 തുടങ്ങിയതാണെങ്കിൽ 2020 തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഡയറക്ടർ തന്നെയാണ് റൈറ്റർ. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി എഴുതും. പിറ്റേ ദിവസം കാണുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യും, വീണ്ടും എഴുതും. അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയിൽ എവിടെയോ ഞങ്ങളിൽ ആർക്കോ വീട് കിട്ടിയ ഒരു പേരാണ് എ ഡ്രമാറ്റിക് ഡെത്ത്. അതെ. അപ്പോൾ സിനിമ സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് നാടകീയതയാണ് അതിൽ. ഫുൾ നാടകീയത കൊണ്ട് പിന്നെ മരണങ്ങളുടെ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ട്. ഡ്രമാറ്റിക് ഡെത്തിലെ ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാവോ? ഇതില് ചൗരോ എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. നാടകത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പിലല്ല. നമ്മൾ സെറ്റ് കെട്ടും, ഇലക്ട്രിക് വർക്ക് ചെയ്യും, അത്യാവശ്യം ആളിലൊക്കെ വരുമ്പോൾ കയറി അഭിനയിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടക സംഘത്തിൻ്റെ ഡയറക്ടറും നാടകത്തിലെ പറ്റി ഗവേഷണം ചെയ്തിട്ട് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററും എല്ലാമായ ഡോക്ടർ ബാലചന്ദ്രൻ്റെ ഒരു സന്തത സഹചാരിയായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ വേഷമിടുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ഞാൻ എന്തും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ നാടകം ജീവിതമാണ്, ജീവിതം നാടകമാണ്. അങ്ങനെ അത് പറ്റിയുള്ള ഒരു കഥാപാത്രം. ചേട്ടൻ്റെ കരിയർ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് നല്ല മൂവികളിൽ, പ്രത്യേകിച്ച് തമിഴിൽ, മലയാളത്തിൽ ചേട്ടൻ അപ്പൻ എന്ന സിനിമയാണോ ചെയ്തിരിക്കുന്നത്? അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? അല്ല, ഞാൻ കമ്മട്ടിപ്പാടമാണ് എനിക്ക് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സിനിമയിൽ ഒരു സ്ഥാനം തന്നത്. അതിന് മുമ്പ് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ നാടകക്കാർ ചെയ്യുന്ന സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ. ഒരുപാട് നല്ല തമിഴ് മൂവി, റോക്കി, പിന്നെ അതുപോലെ തന്നെ ഇപ്പം സണ്ണി ലിയോന്റെ ജാക്കി ഷ്രോഫിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചല്ലോ കൊട്ടേഷൻ ഗ്യാങ്ങില്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ മലയാളികൾക്ക് കൂടുതൽ കൂടുതൽ സുപരിചിതനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാടക കലാകാരൻ എന്നുള്ളതിലപ്പുറം സിനിമയിലേക്ക് വെള്ളിത്തിരയിലെ വെളിച്ചം വന്നിട്ടില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു പ്രകാശം. എന്താണ് ചേട്ടൻ അതിനെപ്പറ്റി പറയാനുള്ളത്? എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും കമ്മട്ടിപ്പാടത്തിൽ കെ ഡി ജോസ് എന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് നാടകപ്രവർത്തനമായിട്ടുള്ള വിജയകുമാർ, വിജയകുമാർ ആയിരുന്നു അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. വിജയകുമാർ ഞാനുമായിട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം എന്നെ വിളിച്ചിട്ടൊന്ന് ഓഫീസ് വരെ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അദ്ദേഹം എന്നെ കൂട്ടി രാജീവയുടെ അടുത്ത് ചെന്നു. പുള്ളി എന്നെ കണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് താടിയുണ്ട്, മുടി ഇല്ല. അത് എന്നോട് പറഞ്ഞു, മുടി ഒന്നുകൂടിയൊക്കെ ട്രിം ചെയ്യേണ്ടി വരും, താടി പഠിച്ച് കളഞ്ഞിട്ട് വരും. അവിടെ റോഷനുണ്ട് മേക്കപ്പ്. ചെന്നാൽ കണ്ടിട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി വേണ്ടാന്ന് പറയുമോ. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഈ ക്യാരക്ടർ ഒരു ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇപ്പോഴും എറണാകുളത്ത് പലർക്കും ഇയാളെ ഓർമ്മ കാണും. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല, ഈ ജോസ് ആരാണ് ഏതാണെന്നൊന്നും ആരോടും അന്വേഷിക്കാനൊന്നും പോയില്ല. രാജീവരൊക്കെ പറഞ്ഞ പോലെ ചെയ്തു, അതങ്ങ് ഹിറ്റായി. അതോടുകൂടി എനിക്ക് മലയാളത്തിലൊരു 10 പേര് കണ്ടാൽ തിരിച്ചറിയുന്നതായി. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ സിനിമ തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ കാണുകയും അദ്ദേഹത്തിന് ആ റോക്കി എന്ന സിനിമയിലേക്കൊരു വില്ലനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹം റോക്കിയിലേക്ക് കാസ്റ്റ് ചെയ്തു. ആ സിനിമയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാഗരങ്ങളാണ് അതിലേക്ക് വന്നത്. ഭരതിരാജ സാറിനെ പോലെയുള്ളവരൊക്കെ വന്നു. അവരുമൊക്കെ ആയിട്ടൊരു 3-4 മാസം ഇടവഴി ജീവിക്കും. അതൊരു ഭയങ്കര അനുഭവമായിരിക്കുമല്ലോ അല്ലെ. ഒരു സിനിമയിൽ അവിചാരിതമായിട്ട് കയറി വന്നു, അവിടെ നിന്ന് നേരെ തമിഴിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. അതെ, അങ്ങനെ പിന്നീട് അങ്ങോട്ട് എനിക്ക് തമിഴിൽ ധാരാളം സിനിമകൾ കിട്ടി. അത് ഭരതിരാജ സാറിൻ്റെ കൂടെ തന്നെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പിന്നെ ഇപ്പോൾ തമിഴോ മലയാളോ? സ്വാഭാവികമായിട്ടും മലയാളി എന്ന നിലയിൽ എനിക്ക് മലയാളം സിനിമ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം. ഇവിടെ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ എൻ്റെ ചുറ്റും ആളുകളൊക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം വശമാണ്. കുഴപ്പമില്ല, എനിക്ക് ചെറുപ്പം മുതലേ തമിഴ് അറിയാം, എഴുതാനും വായിക്കാനും അറിയാം. അതിൻ്റെ ഭാഷയുടെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സിനിമയിൽ ഗംഭീരമായൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാരണം നിങ്ങളെല്ലാവരും കൂടി ഒത്തുചേർത്ത് ഉണ്ടാക്കിയൊരു സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു കൂടുതൽ ഭാഗവാഹിത്വം ഉണ്ടാവുമല്ലോ അല്ലേ? ആഗ്രഹിക്കുന്ന പോലെ, ഒരു കലാകാരൻ ആഗ്രഹിക്കുന്ന പോലെ. എനിക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്ന സിനിമയാണിത്. ഏതാണ്ട് ഒരു 60% ടൈം ഞാൻ തന്നെയാണ് തിന്നണത് സിനിമയിൽ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് വൈകിയാണെങ്കിലും ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ മുഴുവൻ കൊടുക്കാൻ ശ്രമിക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അതുപോലെ ഗംഭീരമായൊരു അതോടൊപ്പം ഞാൻ പക്ഷേ ഇനി എൻ്റെ പ്രകടനം വിലയിരുത്തേണ്ടത് പ്രേക്ഷകനാണ്. തീർച്ചയായിട്ടും എന്താണെന്ന് സംവിധായകന് തൃപ്തി വരുമ്പോഴാണല്ലോ ഓക്കെ പറയുന്നത്. ചെയ്തതെല്ലാം അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഓക്കെ, ചേട്ടൻ്റെ എല്ലാ സിനിമകളും എടുത്തു നോക്കുമ്പോൾ ഒരു ഡാർക്ക്, ഒരു വയലൻസ്, ഒരു വില്ലൻ, ഒരു ഛായ എല്ലായിടത്തും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണോ? എന്താണ് അങ്ങനെ വരാൻ കാരണം? ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം ഇങ്ങനെ അവൻ്റെ പിന്നാലെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണോ? യഥാർത്ഥത്തിൽ നാടകത്തിൽ ഞാൻ കുറേ നല്ല നല്ല വേഷങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വന്ന് ഇങ്ങനെ ആദ്യമായി കിട്ടിയത് ഈ ഒരു സംഭവമാണ്. പിന്നെ തമിഴിലേക്ക് അദ്ദേഹം വിളിച്ചതും വില്ലൻ വേഷത്തിന് വേണ്ടിയാണ്. എന്നെ തമിഴിൽ ചെന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്തെങ്കിലും നമ്മൾ കൊച്ചു പിള്ളേർ പാവ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് നോക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ച് അവിടെ പിടിച്ചൊക്കെ നോക്കി, കണ്ണിങ്ങനെ നോക്ക്, കമ്മട്ടിപ്പാടത്തിലെ നോട്ടം നോക്ക് എന്നൊക്കെ പറഞ്ഞു. ശരി, ചെയ്തു. വന്ന് തമിഴിൽ എങ്ങനെയൊന്ന് പിടിച്ച് കയറണമല്ലോ. പക്ഷെ പിന്നീട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുടിയും താടി ഇങ്ങനെ വളർത്താൻ തുടങ്ങിയത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പിന്നെ ആ ഗെറ്റപ്പ് മാറ്റണ്ട, അതിൽ തന്നെ നിൽക്കട്ടെ, സിനിമകൾ ധാരാളം കിട്ടും, ആ ഗെറ്റപ്പിൽ അങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു ഭയങ്കര റഫ്നെസ് ഉണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് വില്ലനെങ്കിൽ വില്ലൻ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് മാറി കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലരോടും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, വേറെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ നടന്മാരുണ്ട്, ഇയാൾക്ക് കിട്ടേണ്ടത് ഈ വേഷം തന്നെയാണ്, അതുകൊണ്ട് ഈ സാധനങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയാണ് എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഈ സിനിമയിൽ ചൗരു എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ ഞാൻ എൻ്റെ FB പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടിട്ടിരുന്നു. ആ ഫോട്ടോ കാർത്തിക് സുബ്രാജ് സാറ് കണ്ടു. അങ്ങനെ അദ്ദേഹം എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് എൻ്റെ നമ്പർ തേടി പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നോട് ഫോണിൽ പറയുകയും ചെയ്തു, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ടാണ് വിളിക്കണതെന്ന്. ഇനിയിപ്പോൾ തീരുമാനിക്കാനൊന്നുമില്ലല്ലോ, ഇത് തന്നെ.
അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വില്ലനൊന്നും അല്ല, പക്ഷെ ഗെറ്റപ്പ് ഇത് തന്നെ മതി. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് നായകനായ ലോറൻസിൻ്റെ അച്ഛൻ ക്യാരക്ടർ. ആ ഒരു വേഷം ഞാൻ തമിഴിൽ വില്ലനല്ലാതെ ചെയ്തിട്ടുള്ളൂ. പിന്നെ മലയാളത്തിൽ സ്ഥിരമായിട്ട് വില്ലൻ, കുഴിവെട്ടി, പിന്നെ അല്ലെങ്കിൽ വെടിക്കെട്ടുകാരൻ, പോളാശാൻ, ഇപ്പം പണിയിൽ പോളാശാൻ. പിന്നെ ഒരു മാറ്റം കിട്ടിയത് എനിക്ക് പുണ്യാളനിലാണ്, ഒരു വല്യച്ഛൻ. പക്ഷെ അതും ഇത് തന്നെ ഒരു വില്ലൻ ടച്ചുള്ള അച്ഛൻ, അത്രേ ഉള്ളൂ. തൃപ്തനാണോ ഈ വേഷങ്ങൾ കിട്ടുന്നതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. വില്ലന്മാരും വേണ്ടേ, നായകന്മാർ മാത്രം പോരല്ലോ. തീർച്ചയായിട്ടും വില്ലന്മാരാണല്ലോ. വില്ലനുണ്ടെങ്കിലല്ലേ നായകനുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ തൃപ്തനാണ്. ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ശാരീരിക രൂപമായിരിക്കാം, എൻ്റെ ശബ്ദമായിരിക്കാം. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് എവിടെയോ ഒരു വില്ലനെ പോലെയാണ് തോന്നുന്നത് എന്ന് കരുതി എനിക്ക് അങ്ങനെ യാതൊരു വില്ലത്തരവും ഇല്ല കേട്ടോ. എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം. കൊട്ടേഷൻ ഗ്യാങ് എന്ന മൂവി അതൊരു ജാക്കി ഷെറോഫ് ചിത്രം ആയതുകൊണ്ട് തന്നെ അതിനൊരു വലിയൊരു ഹൈപ്പുണ്ട്. ചേട്ടന് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നോ? ജാക്കിയായിട്ടില്ല, കോമ്പിനേഷൻ ഇല്ല. എന്നാലും പുള്ളി ഭാഗമായ ഒരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചു. എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എനിക്ക് അതിൽ ജാക്കി മാത്രമല്ല, സണ്ണി ലിയോൺ, പ്രിയാമണി, അങ്ങനെയുള്ള. സണ്ണി ലിയോണിനെ പറയാൻ വിട്ടുപോയി. ജാക്കിയെ കാണാൻ ആളുകൾ വരുന്നതിന് കൂടുതൽ സണ്ണിയെ കാണാനാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഞാനും ജാക്കി ഷെറോഫിനേക്കാളും സണ്ണി ലിയോണിന്റെ ഫാനാണ്. പിന്നെ പ്രിയാമണി ഉണ്ടായിരുന്നു. എനിക്കും പ്രിയാമണിക്കുമായിരുന്നു കോമ്പിനേഷൻ. പിന്നെ ഒരു മീനാക്ഷി എന്ന് വരായ ഒരു ആക്ട്രസ്, ഞങ്ങൾ മൂന്ന് പേരായിരുന്നു. അതൊരു 2 ഫൈറ്റ് സീൻ ആണ്. പ്രിയാമണി ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യണത് ഞാനുമായിട്ടായിരുന്നു ഫൈറ്റ്. അത് അതിൻ്റെ മേക്കപ്പും ഭയങ്കര ഒരു ഭീകര രൂപത്തിലുള്ളൊരു മേക്കപ്പായിരുന്നു. എൻ്റെ ആസിഡ് ബൾബിൻ്റെ ഏറ് കൊണ്ടിട്ട് ഒരു ഭാഗം കരിഞ്ഞു പോയിട്ട് കിട്ടുന്നൊരു കണ്ണൊക്കെ പോയിട്ട് അവിടെ ഒരു കുഴി മാത്രമായിട്ട്. അത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു മേക്കപ്പ് മാനായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് മേക്കപ്പ് ചെയ്തത്. 4 മണിക്കൂറോളം എടുക്കും സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് വരാനായിട്ട്. പ്രിയാമണിയായിട്ടുള്ള ഒരു അനുഭവം, പ്രിയാമണി ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് അവരുമായിട്ടുള്ള അനുഭവം ഭയങ്കരമായിരുന്നു. ഭയങ്കര ഒരു, കാരണം എന്നെക്കാൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ സീനിയർ അവർ, പ്രായത്തിൽ ജൂനിയറാണെങ്കിലും. ഒരുപാട് നേരം സംസാരിക്കാനും ഇടപഴകാനും. 8 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. നൈറ്റായിരുന്നു ഫുൾ ഷൂട്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. സെല്ലുലോയിഡിൻ്റെ കൗച്ചിൽ ഇപ്പോൾ ഉള്ളത് KK സാജൻ സർ. അദ്ദേഹം ഡ്രമാറ്റിക് ഡെത്തിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് സഹിർ അലി സർ, സംവിധായകനാണ് ഡ്രമാറ്റിക് ഡെത്തിൻ്റെ. സാറിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് സംവിധായകൻ മറ്റേ ശരത് സാറാണെന്ന് വിചാരിച്ചു കണ്ടപ്പോൾ. ഇല്ല, അത് അങ്ങനെ എല്ലാം. അതെ. അപ്പം മൂവിയുടെ കുറേ വിശേഷങ്ങൾ അഷ്റഫൊക്കെ പറഞ്ഞു. കൂടുതൽ വിശേഷങ്ങൾ എന്താണ് ഒന്ന് പറഞ്ഞ് എലാബറേറ്റ് ചെയ്ത് തരാമോ? സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ലോകം മുഴുവൻ അടച്ചുപൂട്ടപ്പെട്ട ഒരു സമയത്ത് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള സിനിമയിലൊക്കെ നാടകത്തിലൊക്കെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ വീടിനകത്ത് ഭിത്തികൾക്കുള്ളിൽ നിന്ന് മാറി ഒരു സ്ഥിരമായ ഒരു താവളത്തിൽ എത്തിപ്പെടും. ആലുവയിലെ ഒരു സ്ഥലത്ത് എത്തിപ്പെടും. സിനിമ അത്രേ ഉള്ളൂ, പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. സിനിമാ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നേരത്തെ മുതൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കോവിഡ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ തേടിപ്പിടിക്കുക എന്നുള്ള വലിയ ചിന്തകളുണ്ടായിരുന്നു. എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെ നമുക്കും ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഒരു പക്ഷേ തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. OTT പ്ലാറ്റ്ഫോമാണ് ആദ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിലേക്ക് എങ്ങനെ ഒരു സിനിമയെ സമീപിക്കാം എന്ന ചിന്തകളിൽ നിന്നാണ് ഈ സിനിമ സത്യത്തിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമ രൂപപ്പെടുമ്പോൾ തന്നെ ആ സിനിമയുടെ പശ്ചാത്തലം, ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ആ കാലത്ത് നിന്നുകൊണ്ട് പറയാൻ തീരുമാനിച്ചു. കോവിഡ് കാലത്ത് നിന്നുകൊണ്ട് തന്നെ കഥ പറയാമെന്ന് തീരുമാനിച്ചു. അതെ, വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങളോടൊപ്പം വന്ന് കൂടുന്ന കൂട്ടത്തിൽ അന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ചമയ കലാകാരൻ പട്ടണം ഷായൊക്കെ ഉണ്ടാവും. അപ്പോൾ പട്ടണം ഷാക്കൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് ഈ സിനിമയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത. അപ്പോൾ അത് ഒരു കോവിഡ് കാലത്ത് ഒരു നാടകക്കാരിരുന്ന് ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ ഇതിലൊരു നാടക സംവിധായകൻ വരുന്നു. അവർ നാടക സംവിധായകൻ്റെ ഒരു ഭൂതകാലം എന്ന് പറയുന്നത് വലിയ സമ്പന്നമായൊരു നാടകത്തിൻ്റെ കാലമാണ്. അങ്ങനെ ചിന്തിക്കപ്പെട്ടപ്പോഴാണ് ദസ്തേവ്സ്കിയുടെ 100ാമത് ജന്മവാർഷികം നടക്കുന്നു. അപ്പോൾ നമുക്ക് ദസ്തേവ്സ്കിയെ ഈ സിനിമയിൽ കൊണ്ടുവന്നത് എങ്ങനെയായിരിക്കും?
പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ദസ്തേവിസ്കിയും ടോൾസ്റ്റോയും കഥാപാത്രങ്ങളാവുന്നത്. ശരി. അങ്ങനെ ദസ്തേവിസ്കിയെ മേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ ഇരുന്നൊരു ഒരാളെ കൊണ്ടൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാൻ തുടങ്ങി. സിനിമ നിർമ്മിക്കാനോ ആരുമില്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ദസ്തേവിസ്കി ഓക്കെ ആയി വന്നു ഒരാൾ. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഞങ്ങൾക്ക് കിടക്കാനും സൗകര്യവും ഭക്ഷണവും തന്നു വെക്കുന്ന വേറൊരു നാടകപ്രവർത്തകരുണ്ട് ഈ ആലുവയിലുള്ള ഷാനവാസിൻ്റെ രൂപം. ആ സമയത്ത് വലിയ വികൃതമായി കാണുമ്പോൾ ആദ്യം കാഴ്ചയിൽ കാറൽ മാക്സ് ആണോ എന്ന് നമ്മൾ തോന്നിപ്പിക്കും. പക്ഷെ കാറൽ മാക്സിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായി. പിന്നെ നമ്മൾ കണ്ടെത്തി ടോൾസ്റ്റോയെ കണ്ടെത്തി. അങ്ങനെ ഈ നാടകകൃത്ത് ദസ്തേവിസ്കിയുടെ നാടകം കളിച്ച ഒരു അനുഭവം നാടകത്തിലുണ്ട്. പക്ഷെ ഈ കോവിഡാനന്തരം ഇദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാടകം ടോൾസ്റ്റോയുടെ ജീവിതമാണ്. അങ്ങനെ 2 കഥാപാത്രങ്ങളിലൂടെ കഥ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടോൾസ്റ്റോയുടെ ജീവിതം നാടകമാക്കുമ്പോൾ ടോൾസ്റ്റോയുടെ ജീവിതം ടോൾസ്റ്റോയുടെ അന്ത്യഘട്ടം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചിരിക്കുകയായിരുന്നു. അതാണ് എ ഡ്രമാറ്റിക് ഡെത്ത്. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കുന്ന നാടകത്തിന് അങ്ങനെ ഒരു പേരിട്ടു, എ ഡ്രമാറ്റിക് ഡെത്ത്. അത് തയ്യാറാക്കപ്പെട്ടു. ദസ്തേവിസ്കിയുടെ ലൈഫ് ഈ സംവിധായകൻ്റെ ലൈഫിലേക്ക് കൺവെർട്ട് ചെയ്തു. ദസ്തേവിസ്കിയുടെ ജീവിതവും ഈ സംവിധായകൻ്റെ ജീവിതവും തമ്മിൽ സാമ്യമുണ്ട്. ഇയാളുടെ സന്തത സഹചാരിയായി നടക്കുന്നത്, ഇയാൾ വീൽ ചെയറിലാണ് ഈ കഥാപാത്രം. ഒരു കാലത്ത് സമ്പന്നമായൊരു കാലത്ത് കേരളത്തിൽ ഇവിടെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി നാടകം കളിച്ചതിൻ്റെ പേരിൽ തൻ്റെ കാലുകളെല്ലാം പോലീസ് തല്ലി ഒടിച്ചതിൻ്റെ പേരിൽ അങ്ങനെ വന്നതാണ്. അന്ന് മുതൽ ഇയാളുടെ സഹായിയായാണ് ഈ ചൗരോ എന്ന് പറയുന്ന അഷ്റഫിൻ്റെ ക്യാരക്ടർ സഞ്ചരിക്കുന്നത്. ചൗരോക്ക് ആകെ ഒരു അമ്മച്ചിയേ ഉള്ളൂ. ആ അമ്മച്ചി ഒരു പുഴയ്ക്കപ്പുറമാണ് താമസം. 4 വീടുകൾ മാത്രമുള്ള സ്ഥലമാണ്. പക്ഷെ അമ്മച്ചി ഇയാളോട് പറയുന്നത് അദ്ദേഹത്തിനടുത്ത് ഇപ്പോൾ ആരുമില്ല. ദസ്തേവ്സ്കിയുടെ ജീവിതം പോലെ ഭാര്യ പോലും പിണങ്ങിപ്പോയതാണ്. എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് പ്രായമായെങ്കിലും, നീ അയാൾക്കൊരു താങ്ങും തണലുമാണ്. അങ്ങനെ ഈ ചൗരയുടെ ക്യാരക്ടർ അയാളുണ്ട്. അയാൾ ഒരു പക്ഷേ അയാൾക്ക് വേണ്ടി അടിക്കാനും തയ്യാറാവുന്നുണ്ട്. ഈ സിനിമയിൽ ഇന്നത്തെ ഒരു ന്യൂജൻ കാലത്ത് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്റഫ് കുരുക്കളുടെ ത്രില്ല് വരെയുണ്ട് സിനിമയിൽ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്തോ തിയേറ്ററിൻ്റെ ഒരു സാധ്യതകളാണ്, അതല്ല. പക്ഷെ അത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദസ്തേവിസ്കിയുടെയും ടോൾസ്റ്റോയുടെയും ലൈഫ് ഈ സിനിമയിലേക്ക് നമ്മൾ സമന്വയിപ്പിക്കപ്പെടുകയാണ്. സാജൻ സാറ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ്. അഭിനയിക്കാനും നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലെ, എന്താ പറയുക, ഒരുപാട് ഭാവങ്ങൾ വരേണ്ട ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നു അല്ലേ? അതിനെ പറ്റി ഒന്ന് പറയാമോ? ആക്ടിങ് എൻ്റെ ഒരു പാഷനാണ്. ഓക്കെ. ഞാൻ ഇതിനു മുമ്പും 1-2 സിനിമയിലൊക്കെ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ വർക്ക് അബ്രോഡ്. ഞാൻ മസ്കറ്റിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അവിടെ ഉള്ളപ്പോഴാണ് വെള്ളി വെളിച്ചത്തിൽ എന്നുള്ള സിനിമയിൽ അതിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗാന്ധിയർ ഉണ്ണിയാർച്ച ഇങ്ങനെ. അപ്പം ഞാനൊരു വലിയ ഡ്രാമ ലവറും കൂടെ. ഇത് എൻ്റെ ഒരു ബേസ് പോകുന്നത് ഒരു ഡ്രാമയെ വെച്ചുള്ള സംഗതിയാണ്. എന്നാൽ ഭയങ്കര ജീവിതവും ഡ്രാമയും തമ്മിലുള്ള ഒരു കലയുടെ, ഒരു കലാകാരൻ്റെ സംഘർഷങ്ങൾ വിളിച്ചോതുന്ന ഒരു സിനിമയും കൂടെ ആവുന്നു. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് കോഴ്സ് അതിനകത്തൊരു സർട്ടൻ എമൗണ്ട് ഓഫ് റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ കാരണം ഇത്രയും നല്ലൊരു സ്റ്റോറി കേട്ടപ്പോൾ I don't want to step back. ഡ്രമാറ്റിക് ഡെത്തിൻ്റെ കൂടുതൽ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഡ്രമാറ്റിക് ഡെത്തിൻ്റെ DOP ആണ് നൂറുദ്ദീൻ ബാവ. ഇദ്ദേഹം അതിൻ്റെ അകത്തൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള റഫീഖ് ചോക്ലി എന്ന ആക്ടറാണ്. കൂടുതൽ വിശേഷങ്ങൾ അപ്പം ഡ്രമാറ്റിക് ഡെത്തിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ സംവിധായകനും നിർമ്മാതാവൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പറയാനില്ല. പക്ഷേ ഞാൻ ഈ സിനിമയിലേക്ക് എത്തിയത് എന്താണ്, ഇപ്പം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു നാടകക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഞാനുണ്ട്. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കോവിഡിൽ. പക്ഷേങ്കിൽ എന്നെ നാടകം പഠിപ്പിച്ചത് സഹീറാണ്. ഞാൻ ഒരു കലാസ്നേഹിയായിരുന്നു. അഭിനയത്തോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിനയത്തോട് ആഗ്രഹം ഉണ്ടതുകൊണ്ട് അഭിനയിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലല്ല, ഞാൻ അതിന് മുമ്പ് ഇദ്ദേഹം അസോസിയേറ്റ് ആയിരുന്ന മറ്റേ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്ന ഡാം ട്രിപ്പിൾ നൈൻ സോഹൻ റോയ്, അതിൽ ഞാനുണ്ടായിരുന്നു. അതിൽ നായികയുടെ അച്ഛനായിട്ട് എനിക്കൊരു ആദ്യം തന്നത് സഹീറാണ്. ഒരു സിനിമയിലൊരു റോൾ. ഞാൻ ഒരുപാട് കാലമായിട്ട് സിനിമ ഒരു വേഷം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ബിസിനസ്സുകാരനായി സിനിമ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് സഹീറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നാടകത്തിൽ അഭിനയിച്ചു. അദ്ദേഹം ഡാം ട്രിപ്പിൾ നൈൻ എന്നൊരു സിനിമയിൽ ചെറിയൊരു വേഷം തന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാപ്പിയുടെ തുരുത്തിലെ വേഷം തന്നു. പിന്നെ ഞാൻ വെള്ളത്തിൽ അഭിനയിക്കാൻ പോയി. ജയസൂര്യയുടെ വെള്ളം ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ഒരു 6-7 സിനിമയിലാണ്. പക്ഷെ സിനിമ ഞാൻ 10-20 അഭിനയിച്ചെങ്കിലും ഒരുപാട് പേർക്കും തന്നെ അറിയില്ല. ചെറിയ ചെറിയ സിനിമകളിലാണ്
അഭിനയിച്ചത്. ചെറിയ ഇതൊന്നും ചെറിയ സിനിമയല്ലല്ലോ, ഇതൊക്കെ വലിയ വെള്ളമൊക്കെ നല്ല സിനിമയാണ്. പിന്നെ ഒരു നായക കഥാപാത്രത്തിൻ്റെ ഇപ്പോൾ റിലീസായ ഒരു 6 സിനിമയിലുള്ള നായക കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആർക്കും അറിയില്ലെന്ന് മാത്രം. പക്ഷെ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മാത്രമല്ല ഈ നാടകവുമായി പറഞ്ഞല്ലോ, നാടകവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡെന്ന് സിനിമയിൽ ഇപ്പം ഞാൻ ശരിക്കും നാടകത്തെ എതിർക്കുന്ന ഒരാളാണ്. ഇതിൽ നാടകം വെറും ഒരു കൂത്താട്ടമാണ്. ഇപ്പം എൻ്റെ ഈ അളിയൻ ആരും ഇദ്ദേഹം നായകൻ ആരും ഇല്ലാത്തവനായി എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പെങ്ങളെയൊക്കെ ഞാൻ കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. പണമാണ് ജീവിതത്തിൽ വലുത്, നാടകം കളിച്ച് നടക്കലല്ല എന്നൊരു ആശയക്കാരനാണ് ഞാൻ. അപ്പം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയതും ഈ ചവരു വന്ന് സഹായി വന്നതൊക്കെ ഞാൻ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂട്ടി ഞാൻ പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് നെഗറ്റീവ് ഷെയ്ഡാണ് ഈ കഥാപാത്രത്തിൽ എനിക്കുള്ളത്. ഒരു ചെറിയ സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ടീസറൊക്കെ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ എന്തോ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ ഷോട്ടുകളും PPE കിറ്റിൻ്റെ, അപ്പം അത്തരത്തിലുള്ള ഷോട്ടുകളൊക്കെ കൺവേ ചെയ്തൊരു DOP ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? സെഹീർക്ക് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് നൂറെ എവിടെ ഉണ്ടെന്ന് വെച്ചു, നാളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ച്. വേറെ ഒന്നും പറഞ്ഞില്ല, കാണാം, ഒന്ന് വരാമോ എന്ന് വെച്ച്. അങ്ങനെ സെഹീർക്ക് വണ്ടി കൊണ്ട് വന്ന് ഞങ്ങൾ പോകുന്നത്, എനിക്ക് പോകുന്നത് പിറവം അപ്പുറത്തേക്ക് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു സീനുണ്ട്, അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. അപ്പം നൂറെ നമ്മളൊരു ചെറിയൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഈ കോവിഡ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അങ്ങനെ സ്ട്രെസ് കിട്ടി. ഞാനൊക്കെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഫുൾ ടൈം സിനിമയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വലിയ സഹീർക്കയുടെ കാപ്പിരിത്തുരത്തിലും ആ ലൊക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. കാരണം ഈ ചൗരോടെ അമ്മ താമസിക്കുന്ന പുഴയുടെ അപ്പുറത്തും ഇക്കരെ എന്നുള്ളതാണ്. അവിടെയാണ് ചൗര അവസാനം അമ്മേനെ അടക്കം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ ലൊക്കേഷൻ, ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വലിയൊരു മരം നിൽപ്പുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കാടുകളാണ്, എന്നാൽ കെട്ടിടങ്ങളും അങ്ങനെ ഇതൊന്നും വരുന്നില്ല. ഞാൻ അതിന് വേണ്ടി തന്നെ വന്നാണ്, ഇവിടെയാണ് നമ്മുടെ ക്ലൈമാക്സ്. അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ഒരു സിനിമ ചെയ്യാനാണ് വിളിച്ചതെന്ന് അടുത്ത് പറഞ്ഞില്ല. അവിടെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു നമ്മൾ ചെറിയ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ നൂറാണ് അതിൻ്റെ DOP എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി ഞാനോ എന്ന് വെച്ചാൽ അതൊരു നാടക പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു. പിന്നെ വലിയ സെറ്റപ്പും ഇതൊന്നും ചോദിക്കാതെ ചെറിയൊരു ഇതിനകത്ത് നിന്ന് ചെയ്യണം. ഒരു ദിവസം കഴിയുമ്പോഴേക്ക് സെറ്റായി. അത് എനിക്ക് തോന്നുന്നു ആളുടെ ഒരു സിനിമയോടും ചെറിയ കാര്യമല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അതെ. എന്നാലും ടെക്നിക്കലി നമുക്ക് ആവശ്യമുള്ള നല്ല ക്യാമറ എനിക്ക് തന്നു, അത്യാവശ്യം ലൈറ്റ്സ്. പിന്നെ ഞാൻ തന്നെ പറയുന്ന അത്ര സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഒരു സോഴ്സൊക്കെ ഉപയോഗിച്ച് പിടിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റുകളൊന്നും ഉപയോഗിക്കാതൊക്കെ ചെയ്ത്. ഒരുപാട് സന്തോഷം. സിനിമ ഒരു വൻ വിജയമാവട്ടെ. താങ്ക് യു വെരി മച്ച്.